കേരളത്തിലെ ഏറ്റവും വലിയ കൊള്ളസംഘത്തെ കോതമംഗലത്ത് വെച്ച് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തു. 6 പേരായിരുന്നു ഇതിനകത്തെ മുഖ്യപ്രതികൾ. കേരളത്തിലെ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും അറിയാവുന്ന പ്രതികളൊക്കെ തന്നെയായിരുന്നു ഇവർ. അതിലെ ഏറ്റവും മുന്തിയ ആൾ കണ്ണൂർ അഴീക്കലുള്ള അർജുൻ ആയങ്കി തന്നെയായിരുന്നു. ആയങ്കിയുടെ നേതൃത്വത്തിലാണ് മറ്റ് 5 ഗുണ്ടകളും പിടിച്ചുപറിക്കാരും കള്ളക്കടത്തുകാരും ലഹരി മരുന്നുകാർക്കും തട്ടിക്കൊണ്ട് പോകലുകാരും ഒക്കെ ആയ 6 പേര് കോതമംഗലം പോലീസിൻ്റെ പിടിയിലെത്തിയത്. ഇവർ കോതമംഗലത്തെ കുന്നേക്കാട് എന്ന സ്ഥലത്ത് കരിയിലപ്പാറയിൽ ഒരു റിസോർട്ടുണ്ടായിരുന്നു. ആ റിസോർട്ടിൽ ഇവർ വന്ന് താമസിച്ചു. ഇവർ 6 പേര് കോസ്റ്റ്ലി കാറുകളാണ് 2-3 കാറിലാണ് ഇവർ വന്നത്. കോസ്റ്റ്ലി ആയിട്ടുള്ള മൊബൈൽ ഫോണുകളെല്ലാം ഉണ്ട് അവരുടെ കയ്യിൽ. ആ വിവരം എറണാകുളം റൂറൽ എസ് പിക്ക് കിട്ടി. അദ്ദേഹം പെട്ടെന്ന് അവിടെ പോലീസിനെ പ്രൊവൈഡ് ചെയ്ത് അവിടെ വളഞ്ഞ് ഇവരെ രക്ഷപ്പെടാതെ 6 എണ്ണത്തിനെ കൈക്കലാക്കി. അർജുൻ ആയങ്കിയെ നമുക്കറിയാം, പിടിച്ചുപറി കേസുകളിൽ ധാരാളം പിടിച്ചുപറി നടത്തുന്ന ആളാണ്. സ്വർണ്ണക്കടത്തുകാരനാണ്. അയാൾ ലഹരി മരുന്നിൻ്റെ ഹോൾസെയിലുകാരനാണ്. അയാളുടെ കൂടെ വ്യത്യസ്തമായ ജില്ലകളിലുള്ള ആൾക്കാരാണ്. അതാണ് ആ ഗുണ്ട സംഘത്തിൻ്റെ അവരുടെ ആ നിലവാരം നമ്മൾ നോക്കണം. തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന ഏറ്റവും വലിയ ആറ്റിപ്പുറയിലൊരു ഗുണ്ടയുണ്ട്, ആദർശ്. അയാൾക്ക് 29 വയസ്സേ ഉള്ളൂ. അർജുൻ ആയങ്കിക്കും 29 വയസ്സേ ഉള്ളൂ. ചെറുപ്പക്കാരാണ്. കോലടിയിലുള്ള പ്രണവ് അഴീക്കലുള്ള അയാൾക്കും 29 വയസ്സേ ഉള്ളൂ. പിന്നെ എറണാകുളം പള്ളുരുത്തിയിലുള്ള ധനുഷ് എന്ന് പറഞ്ഞ 39കാരനും ആലപ്പുഴ കഞ്ഞിക്കുഴിയിലുള്ള അരുൺ എന്ന 38കാരൻ, അരുണെ ഡോണെന്നും അറിയപ്പെടുന്ന ആളാണ്, അവരും കൂടെ ഉണ്ടായിരുന്നു. പള്ളുരുത്തി വരിക്കാശ്ശേരിയിലുള്ള ടാൻസൻ, അയാളും ഗുണ്ടാ സംഘത്തിലുണ്ട്. ഇവർക്കൊക്കെ 10, 12, 15 കേസുകളുള്ളതാണ്. തട്ടിക്കൊണ്ട് പോലെ പിടിച്ചുപറിക്കുക, അതുപോലെ മോഷണ ശ്രമം നടത്തുക, കള്ളക്കടത്ത് നടത്തുക, അവരെ എവിടെ തടവിൽ പാർപ്പിച്ചിട്ട് പണം കൈക്കലാക്കുക, അതുപോലെ അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യുക. ഇങ്ങനെയുള്ള നിരവധി കേസുകളും 10, 12, 14 കേസുകളുള്ളവരാണ് ഇവർ. ഇവരെല്ലാവരും എങ്ങനെ ഒത്തുകൂടിയെന്നാണ് മനസ്സിലാകാത്തത്. ഏതോ ഒരു കാര്യമായ ഓപ്പറേഷനിൽ തന്നെ ആയിരിക്കണം അവരെല്ലാവരും ഒന്നിച്ച് താമസിച്ചത്. കാരണം തിരുവനന്തപുരത്തുള്ളതും ആലപ്പുഴയുള്ളതും കൊച്ചിയിലുള്ളതും ഒക്കെ ചേർന്ന അറിയപ്പെടുന്ന കേരളത്തിലെ കുപ്രസിദ്ധരായ ഗുണ്ടകളാണ്. ഏതായാലും റൂറൽ എസ് പിയും സംഘവും അവരെ തേടി പിടിച്ചു. ഒരെണ്ണത്തിനെ പോലും രക്ഷപ്പെടാതെ പിടിച്ചെങ്കിലും അവരെ പോലീസ് സ്റ്റേഷനിൽ അവർക്ക് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് മറ്റ് കേസുകളൊന്നും ഇല്ല എന്നാണ് അവരുടെ ഡിഫൻസ്. എങ്കിലും അർജുൻ ആയങ്കിയെ നമുക്കറിയാം, 2019 അയാൾ വേറൊരു പെൺകുട്ടിയായിട്ട് പ്രണയത്തിലായി. പിന്നെ ആ പ്രണയത്തിൽ ഫേസ്ബുക്കിൽ കൂടെ പരിചയപ്പെട്ടവരാണ്. ആ പ്രണയത്തിൽ അവർക്ക് 4 മാസം ഒരു പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടിയെ നിർബന്ധിച്ച് ഇയാൾ അത് അബോർട്ട് ചെയ്ത് കളഞ്ഞ സംഭവമുണ്ട്. ഇതൊക്കെ വലിയ വാർത്തകളായി വന്നതാണ്. അതുപോലെ തന്നെ സ്വർണ്ണക്കടത്ത് കേസിൽ അറിയപ്പെടുന്ന ആൾ തന്നെയാണ് അർജുൻ ആയങ്കി. ഇവരെ എല്ലാവരും കൂടെ ഒത്തുകൂടിയത് തീർച്ചയായിട്ടും ഒരു കാര്യമായ ഒരു ഓപ്പറേഷനിൽ തന്നെ ആയിരിക്കണം. അയാളെ 2 ദിവസമായിട്ട് പോലീസ് സ്റ്റേഷനിൽ വെച്ചിരിക്കുകയാണ്. കാരണം ഇപ്പം പ്രസൻ്റായിട്ട് ഇവർക്ക് 4 പേർക്കും ഇവർക്ക് 6 പേർക്കും കേസുകളൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. അത് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെയെങ്കിലും വാണ്ടഡ് ആണോ, ഏതെങ്കിലും കോടതി ജാമ്യം എടുക്കാനുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പോലീസ് സ്റ്റേഷൻ ഇരുന്ന സമയത്ത് ഇയാളുടെ മൊബൈൽ ഉണ്ടായിരുന്നെന്ന് തോന്നി. ഇയാളൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. തന്നെ അനാവശ്യമായി കസ്റ്റഡി വെച്ചിരിക്കുകയാണ്. തനിക്കെതിരായിട്ട് 2-3 വർഷമായിട്ട് ഒരു കേസുമില്ല എന്നാണ് അയാൾ പറയുന്നത്. അങ്ങനെ ഫേസ്ബുക്കിൽ അയാളുടെ ഒരു പോസ്റ്റിങ് കാണാനിടയായി. ഏതായാലും ഈ ക്ലാസിക്കായ ഒരു പിടുത്തം തന്നെയായിരുന്നു. അതുകൊണ്ട് എറണാകുളം റൂറൽ എസ് പി സംഘത്തിന് തീർച്ചയായിട്ടും അഭിനന്ദിക്കാതിരിക്കാൻ നോക്കില്ല. നല്ല സോഴ്സ് ഇൻഫർമേഷനാണ്. കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന കുപ്രസിദ്ധരായ ഈ 6 പേരെയും ഒന്നിച്ച് ഒരു ഓപ്പറേഷന് തൊട്ട് മുമ്പ് അവരെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചു. പ്രിവെൻറ്റീവ് അറസ്റ്റ് തന്നെയാണ് നടത്തിയത്. നല്ല കാര്യം. ആ കോതമംഗലം പോലീസിനെയും എറണാകുളം റൂറൽ എസ് പിയൊക്കെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം അത് കൃത്യമായ ഫോളോ അപ്പ് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇവരെ കസ്റ്റഡി എടുക്കാൻ സാധിച്ചത്. അർജുൻ ആയങ്കിയുടെ ഭാര്യയായിട്ട് ചില പ്രശ്നങ്ങളുണ്ട്. അമല എന്ന സ്ത്രീ ഇയാളുമായിട്ട് സ്നേഹത്തിലായിരുന്നു, പ്രണയത്തിലായിരുന്നു. അതിപ്പം
വേർപെട്ടു താമസിക്കുകയാണ്. ഇയാൾ പണത്തിന് വേണ്ടി എന്ത് ലോഹ്യം വേണമെങ്കിലും ഇവരുടെ അടുത്ത് കാണിച്ചു അവരുടെ ഇന്ന് പണം വളരെയധികം ഊറ്റിയെടുത്തു എന്നാണ് അവരുടെ പരാതി. ആ കേസ് ഇപ്പോഴും നിലവിലുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ആൾക്കാർ അവർക്ക് എങ്ങനെയാണ് പണം വന്നു ചേരുന്നത്? ഇപ്പം കോസ്റ്റ്ലി കാറിൻ്റെ ഉടമസ്ഥരാർ ഇവർ തന്നെയാണോ? കസ്റ്റഡിയിലിരിക്കുന്ന ഇവർക്ക് ഏതെങ്കിലും കേസുകളുണ്ടോ ഇല്ലയോ എന്ന് പോലീസ് അന്വേഷിച്ചുകൊണ്ട് വരികയാണ്. അത് തന്നെയല്ലേ പ്രിവെൻറ്റീവ് അറസ്റ്റ് ചെയ്യാമല്ലോ ഇവരെ. അത് തന്നെയല്ല ഇവരുടെ കൈവശിരിക്കുന്ന കാറുകൾ ആരുടെയാണ്, ഇവരുടെ സ്വന്തമാണോ, അതിന് പണം ഇവിടുന്ന് കിട്ടി, കോസ്റ്റ്ലി കാറുകളാണ്. ഇവരുടെ കൈവശിരിക്കുന്ന ആ മൊബൈൽ ഫോൺ 1, 1.5, 2 ലക്ഷം രൂപയുടെയാണ്. അതൊക്കെ എവിടുന്ന് വാങ്ങിച്ചു, എങ്ങനെ കിട്ടി, ഇതൊക്കെ ധാരാളം അന്വേഷിക്കാനുണ്ട്. എവിടുന്നെങ്കിലും മോഷണം സംഘടിപ്പിച്ചതാണോ? കാരണം അത് പർച്ചേസ് ചെയ്ത് എവിടുന്നാണ്? ആ കാറിൻ്റെ ഉടമസ്ഥരാരാണ്? ആരാണ് ഇവർക്ക് ഫൈനാൻസ് ചെയ്യുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോലീസ് കടക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് നല്ലൊരു കാച്ചാണ് ഇപ്പം എറണാകുളം റൂറൽ SP സംഘവും നടത്തിയതെന്ന് ഏതായാലും അവരെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു.